സംസ്ഥാനം അടിയന്തര ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിൽ വ്യാപക വിമർശനം. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഹെലികോപ്റ്ററിന്റെ വാടക ചിലവിൽ പിണറായി സർക്കാരിനെ വിമർശിച്ച സതീശനും ധൂർത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് വിവാദയാത്ര. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്തേ, കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇപ്പോൾ ഭരണം മാറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രശാന്തിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഹെലികോപ്റ്ററിനെ പറ്റി വലിയ രീതിയിൽ ദൂർത്തെന്ന് പറഞ്ഞ് വിമർശിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹവും ഇത്തരത്തിൽ ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായും ഹെലികോപ്റ്ററിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടോ? അശ്വതി കൃഷ്ണരാജ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ യാത്ര നടത്തിയതും ഹെലികോപ്റ്റർ വാങ്ങിച്ചതുമെല്ലാം വലിയ രീതിയിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു. പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ തന്നെ വലിയ രീതിയിൽ പലതവണ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചതും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയതുമെല്ലാം അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ചെയ്തു. ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട വിമർശിക്കുകയും ചെയ്തത്. ഈ കാലം മാറിയപ്പോഴേക്കും, ഭരണം മാറിയപ്പോഴേക്കും ഇപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായി എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി തന്നെ അതേ പിണറായി വിജയന്റെ അതേ പാതയിലാണ് ഇക്കാര്യത്തിലെല്ലാം വി.ഡി. സതീശനും നടക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയാണ് വിവാദത്തിൽ ആയിരിക്കുന്നത്. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ വരുന്നത്. ഒരു ഭാഗത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM-ന്റെ അടക്കം നേതാക്കൾ ട്രോൾ എന്ന രീതിയിൽ തന്നെ പോസ്റ്റുകൾ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ അത് വി.ഡി. സതീശൻ ഈ ഹെലികോപ്റ്റർ യാത്ര നടത്തിക്കൊണ്ട് തൻ്റെ ഭാര്യാപിതാവിൻ്റെ ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ പോയി എന്നതടക്കമുള്ള രീതിയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നത്. എന്നാൽ മറുഭാഗത്ത് അതിന് വിരുദ്ധമായിട്ട് അല്ല, മറ്റ് ചില പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു പോയത് എന്നടക്കമുള്ള കാര്യങ്ങളും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താവശ്യത്തിനാണ് പോയത്, ഈ ഹെലികോപ്റ്റർ എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ധൂർത്തിന് രണ്ട് സർക്കാരിലും സമാനതകളുണ്ട്. രണ്ടുപേരും നടത്തുന്നത് ധൂർത്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ സർക്കാരിൻ്റെ കാലത്ത് തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ്, മാസം 80 ലക്ഷം രൂപയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്റർ അത് തിരിച്ച് നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അതിനൊരു വ്യക്തതയൊന്നും അന്ന് ഉണ്ടായില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ സ്വകാര്യ ആവശ്യത്തിനായി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ സഹായം തേടുക, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഹെലികോപ്റ്റർ വാങ്ങിയതെന്നൊക്കെയാണ് കഴിഞ്ഞ സർക്കാർ പറഞ്ഞതെങ്കിൽ സമാനമായ രീതിയിൽ ഈ അടിയന്തര സാഹചര്യം നിൽക്കുമ്പോൾ ആ സ്ഥലങ്ങൾ പോലും സഞ്ചരിക്കാതെ ഇത്തരത്തിൽ പ്രളയ സാധ്യതാബാധിത പ്രദേശങ്ങൾ നിലനിൽക്കെ ആ സ്ഥലങ്ങൾ പോലും സന്ദർശിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് പോയത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഭാര്യാപിതാവ് ചികിത്സയിൽ കഴിയുന്നു, അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുന്നു എന്നതടക്കമുള്ള വിവാദങ്ങളും അങ്ങനെയടക്കമുള്ള ആക്ഷേപങ്ങളുമാണ് ഒരു ഭാഗത്ത് CPM നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്തേണ്ടതിരിക്കുന്നത്, ഒരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വിവാദ ഹെലികോപ്റ്റർ യാത്രയിൽ CPM-ന് മാത്രമല്ല കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കി. ശരിയാണ്. ഞാനാണ് നേരത്തെ പറഞ്ഞത്, VT ബൽറാം അടക്കമുള്ളവർ അത് ഇൻഡയറക്റ്റ് ആയി ട്രോളുന്നുണ്ട് വി.ഡി. സതീശനെ. അദ്ദേഹം ഒന്ന് പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്തിന് ഈ മഴക്കാലത്ത്, ഈ ദുരിതകാലത്ത് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നു? അതും ഒരു സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലൊക്കെ ഹെലികോപ്റ്ററിൽ പോയിരുന്നുവെങ്കിൽ കേരളം ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈയടിച്ചേനെ. പക്ഷേ അതിനൊന്നും പോകാതെ ഇത്തരത്തിൽ സ്വകാര്യ വിരുന്നിന് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിയാൻ പറ്റില്ല. VT ബൽറാം അപ്പോഴും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ്, പ്രതിപക്ഷ നേതാവും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാൻ ശബ്ദമുണ്ടാകും? അതെ, ചേട്ടാ അനിയാന്ന് വിളിക്കുന്ന ഒരു സീൻ അത്രയേ ഉള്ളൂ. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്.